കുട്ടികളുടെ അഭിരുചിക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള തൊഴിൽ മേഖലകളിലേക്ക് അവരെ നയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓഗസ്റ്റ് 1-നോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന കരിയർ ദിനാചരണത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചികളും കഴിവുകളും തിരിച്ചറിയാനും അനുയോജ്യമായ പഠന തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാനും സഹായിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കണം, എങ്ങനെ മുന്നോട്ടു പോകണം തുടങ്ങിയ കാര്യങ്ങളിൽ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തെ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ടെന്നും അവർ നേടിയ വിദ്യാഭ്യാസം ഇത്തരം സംരംഭങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പഠിച്ച അറിവ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകരുത്. അതിനായി വിദ്യാഭ്യാസ സംവിധാനത്തിൽ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും സർക്കാർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നല്ല കാലിബർ ഉണ്ട്, നല്ല ശേഷിയുണ്ട്. അതൊന്നും ഇല്ലാതെ ഫുൾ A+ കിട്ടൂല. അങ്ങനെ ഫുൾ A+ കിട്ടിയ നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടു കൂടി നല്ല ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിയർ ദിനാചരണത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ എവിടെ എത്തിയാൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കും, എനിക്ക് ഏത് മേഖലയിലാണ് നന്നായി ശോഭിക്കാൻ കഴിയുക എന്ന് നിങ്ങളെപ്പോലെ തിരിച്ചറിയുന്ന ആൾ വേറെ ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് തിരഞ്ഞെടുക്കുക. ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കുള്ള യാത്രയാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ വഴികളിൽ നിങ്ങളിങ്ങനെ കൈ വഴി പിരിഞ്ഞു പോകും. SLC വരെ നിങ്ങളെല്ലാം പഠിക്കും, എല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ചില കൈവഴികളായി സയൻസിൻ്റെ മാർഗത്തിൽ, കൊമേഴ്സിൻ്റെ വഴിയിൽ, സയൻസിൽ തന്നെ വ്യത്യസ്തമായ മാത്സും ബയോളജിയും ഹ്യൂമാനിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേർതിരിക്കും. കരിയർ ഗൈഡൻസ് ക്ലാസുകളും സ്കൂളിലെ പഠനാന്തരീക്ഷവും കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതാകണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച മന്ത്രി ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ അവരോട് ആഹ്വാനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നത് സന്തോഷകരമാണെന്നും വിദ്യാഭ്യാസത്തെ സ്നേഹിച്ച മുൻതലമുറയുടെ കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് പുതിയ വികസനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 3.9 കോടി രൂപ ചെലവഴിച്ച് ക്ലാസ് മുറികളും ഹാളും ഉൾപ്പെടുന്ന പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരിപാടിയിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് കോയിലോത്താൻ കണ്ടിയിൽ കരിയർ ദിനാചരണ പദ്ധതിയുടെ വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ ശിവകുമാർ, SMC ചെയർമാൻ CK സക്കീർ മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് ബിന്ദു PS എന്നിവരടക്കം ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.